പാല്, മുട്ട, അതുപോലെ മീറ്റ്, ഇറച്ചി മുതലായിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിന്റെ ലക്ഷണങ്ങൾ കൂടും, അധികരിക്കും. അതുകൊണ്ട് ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർ ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പലരും ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. അങ്ങനെയാണോ, ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതെല്ലാം പ്രോട്ടീന്റെ സോഴ്സുകളാണ്. പ്രോട്ടീന്റെ സോഴ്സ് ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അനാരോഗ്യത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വേണം. നമ്മളിപ്പോൾ കേരളത്തിലെ ജീവിതശൈലി അനുസരിച്ച് നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മളുടെ തനതായ രീതിയാണെന്ന് നമ്മൾ വിചാരിച്ച് കഴിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ധാരാളം പ്രോട്ടീൻ ആവശ്യമുണ്ട്. സോ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം തീർച്ചയായിട്ടും നമ്മൾ കഴിക്കണം. കാർബോഹൈഡ്രേറ്റുകൾ ഇത്രയും കഴിക്കേണ്ട. നമ്മൾ ഇപ്പം കഴിക്കുന്നിടത്ത് ചോറ് വേണ്ട, നമ്മൾ ഇത്രയും കഴിക്കുന്ന ചപ്പാത്തി കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇപ്പം കഴിക്കുന്നിടത്ത് ഇഡ്ഡലിയും ദോശയും നമ്മൾക്ക് ശരിക്കും പറഞ്ഞ ആവശ്യമില്ല. പക്ഷെ നമുക്ക് വേണ്ടത് പ്രോട്ടീനാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മുട്ടയിൽ നിന്നാവാം, മീറ്റിൽ നിന്നാവാം, ഫിഷിൽ നിന്നാവാം, അല്ലെങ്കിൽ ഹെർബൽ സോഴ്സുകൾ ആവാം. ഇപ്പോൾ സോയാബീൻ ആയാലും പയറുവർഗ്ഗം ആയാലും ഇതെല്ലാത്തിൽ നിന്നും ആകാം. ഇനി ഇത് വെരിക്കോസ് വെയിനുമായിട്ട് എങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രോട്ടീൻ കഴിക്കുന്നത് വെരിക്കോസ് വെയിൻ രോഗികൾക്ക് നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മസിലിന്, പ്രത്യേകിച്ചും കാലിലുള്ള കാഫ് മസിലിനൊക്കെ നല്ല ബലം ഉണ്ടാവുകയാണെങ്കിൽ അത് വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങളെ കുറയ്ക്കാനാണ് സഹായിക്കുക. വെരിക്കോസ് വെയിൻ കൂടുതൽ വേഴ്സൺ ആവാതിരിക്കുകയാണ് സഹായിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്ലഡ് വെസലിനകത്തുള്ള ചെറിയ ചെറിയ മസിലുകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങൾ കഴിക്കാവുന്നതാണ്. ഇനി പാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവസ്ഥ വ്യത്യസ്തമാണ്. പാലിനകത്ത് പ്രോട്ടീൻ മാത്രമല്ല, പാലിനകത്ത് ധാരാളം കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതൊരു ഒബേസിറ്റിക്ക് കാരണമാകുന്നുള്ളതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റി പാലൊക്കെ ഓക്കെയാണ്. പക്ഷേ ലാർജ് ക്വാണ്ടിറ്റി പാല് കഴിക്കുന്നത് തടി കൂട്ടും എന്നുള്ളത് കൊണ്ട് നല്ലതല്ല. കാരണം ശരീരത്തിലെ കൊഴുപ്പ് അമിതമായി വർദ്ധിക്കുന്നത് വെരിക്കോസ് വെയിൻ രോഗത്തിന് നല്ലതല്ല. കാരണം കൊഴുപ്പ് അമിതമായി വർദ്ധിക്കുമ്പോൾ ബ്ലഡ് വെസൽസിന്, രക്തക്കുഴലുകൾക്ക് ചുറ്റുമുള്ള സപ്പോർട്ടൊക്കെ നഷ്ടപ്പെടുകയും അത് പിന്നീട് വെരിക്കോസ് വെയിനിലേക്ക് നയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തടി വർദ്ധിക്കുന്നത് എന്തുകൊണ്ടും വെരിക്കോസ് വെയിന് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തടിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളായ എണ്ണ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ പ്രോസസ്ഡ് ഫുഡ്, അതായത് ടിന്നിലൊക്കെ അടച്ചു വരുന്ന ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, അതുപോലെ ഓവറായിട്ട് എണ്ണയിൽ മറ്റും വറുത്ത് പൊരിച്ചെടുത്ത് പ്രോട്ടീൻ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് പുറത്തുനിന്ന് കടയിൽ നിന്ന് കഴിക്കുന്നത് അത്ര നല്ലതല്ല, ഹെൽത്തി അല്ല. അതുപോലെ തന്നെ പ്രോട്ടീൻ ആണല്ലോ എന്ന് വിചാരിച്ച് ചിക്കൻ ഷവർമ കഴിക്കുന്നത് നല്ലതല്ല, മയോണൈസ് കഴിക്കുന്നത് നല്ലതല്ല. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന കറി വെക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, മീൻ വീട്ടിൽ കറി വെച്ചത്, ചിക്കൻ വീട്ടിൽ കറി വെച്ചത്, മുട്ട എണ്ണ അധികം ഒന്നും ഉണ്ടാക്കാതെ പാചകം എടുക്കുന്നത് വെരിക്കോസ് വെയിന് നല്ലതാണ്. അതുപോലെ തന്നെ സോയാബീന്, പയറുവർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങൾ, ഇങ്ങനെ ഉള്ള പ്രോട്ടീൻ സോഴ്സുകളെല്ലാം തന്നെ നല്ലതാണ്. കൊഴുപ്പ് അധികം ഇല്ലാത്ത തരത്തിലുള്ള ഡയറി പ്രോഡക്ട്സ്, മോര് കഴിക്കുന്നത് നല്ലതാണ്, പച്ചക്കറികൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്, ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്, പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ധാരാളം വൈറ്റമിൻസ് തരികയും എല്ലാം തന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ അബ്ഡമിനിലുള്ള പ്രഷർ, ഇൻട്രാ അബ്ഡമിനൽ പ്രഷർ കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കും. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമൊക്കെ കുറയ്ക്കാനും സഹായിക്കും. അതെല്ലാം വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. മലത്തിന്റെ ബൾക്ക് കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. എന്നാൽ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത്, അപ്പോൾ ചിക്കൻ ആയാൽ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത്, എണ്ണ കൂട്ടിയ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണമെന്നില്ല. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളെ അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാതെ ഹെൽത്തി ആയ രീതിയിൽ ഉപയോഗിച്ചാൽ അതെപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് വെരിക്കോസ് വെയിനുള്ള പേഷ്യൻസ്.